മലയാളത്തിൽ നല്ല ഒന്നാം തരമായിട്ട് സംസാരിക്കുന്ന ആളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും. പിന്നെ സാഹചര്യമനുസരിച്ച് അവർ ഭാഷ മാറ്റും, അതെല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയും, അല്ലേ. ഇപ്പം മലയാളം അറിയാൻ വയ്യാത്ത ഒരാൾ ഇംഗ്ലീഷ് അതെല്ലാം ചോദിച്ചാൽ ഞാൻ എൻ്റെ മാതൃഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? 2007, 2008 കാലഘട്ടമുണ്ട് പൃഥ്വിരാജിന്റെ. ഇത്രയധികം, അതായത് ട്രോളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിക്കപ്പെട്ട നടൻ തന്നെ പൃഥ്വിരാജ്. തീർച്ചയായിട്ടും എത്രയോ, അതായത് അദ്ദേഹത്തെ സാധാരണ ഒരാളാണ് കാണുന്നതെങ്കിൽ തകർന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇന്റർവ്യൂ മൊത്തം എടുത്ത് മോക്ക് ചെയ്യുക, പേര് മാറ്റി വിളിക്കുക, എന്താ പറയാ, ഇദ്ദേഹം സംവിധാനം ചെയ്യുന്ന രാജപ്പൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. പക്ഷെ അതൊക്കെ ഒന്ന് തിരുത്തി പറയാണ്. അന്ന് ശരിക്കും അങ്ങനെ തകർന്നു പോയ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ഇല്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അതാ. ഞാനും തളർന്നില്ല, അവരും തളർന്നില്ല. ഞാൻ ഒരു വാചകം പറഞ്ഞു, ഈ ട്രോളിക്കോട്ട് പോടുമ്പോൾ അതൊക്കെ മൈൻഡ് ചെയ്യാതെ വിട്, ഇതിനെല്ലാം തിരിച്ചവർ അയ്യോ വേണ്ട മിണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് അവർക്ക് തോന്നും, പുറത്ത് പറഞ്ഞില്ലെങ്കിലും. പുറത്ത് പറയണമെങ്കിൽ ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു വിശാല മനസ്സ് വേണം. ഇന്നിപ്പോൾ ഞാൻ കണ്ടു നമ്മുടെ മൈത്രേയൻ സാർ എന്തോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ, എന്തോ രാജുവിൻ്റെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞ് ഇന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മൈത്രേയൻ സാറിനെ പോലൊന്നും ഒരാൾ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ ഒരു ഇതാണ്. അത് തെറ്റായിപ്പോയെന്ന് തോന്നുമ്പോൾ അത് സമ്മതിക്കാനുള്ള മനസ്സ്, അത് 100-ൽ ഒരു 25% ആൾക്കാർക്ക് പോലും അതില്ല. പറഞ്ഞത് ശരിയാണെന്ന് വാദിക്കുന്നവരാണ് ഇവിടെ എല്ലാം. അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കുറേ മന്നന്മാർ, ഞാൻ പറയാതെ പേരറിയാമല്ലോ, അയ്യോ